കേരളത്തിലെ തോൽവിയുടെ കാരണങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട്. സാധാരണ ഈ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറില്ലല്ലോ. ഇപ്പോൾ ഈ 5 നിയമസഭാ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ശരിക്കും തെറ്റിദ്ധരുത്തൽ നടപടിയുടെ ഭാഗമായിട്ടോ വേണോ ഈ ഒരു റിപ്പോർട്ട് ഇങ്ങനെ പുറത്തുവിട്ടതിനെ നോക്കിക്കാണാൻ? CPM-ൻ്റെ ഇത്തരം നടപടികൾ, തീരുമാനങ്ങൾ, സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം, അതിൻ്റെ മേലെ കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം, ഇതൊക്കെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനമാണ്, രാഷ്ട്രീയമായിട്ട് വലിയ പ്രാധാന്യമുള്ളതാണ്. കാരണം കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികൾ എന്ന് പറയുന്നത് BJP അവിടെ നിൽക്കട്ടെ, CPM-ഉം കോൺഗ്രസുമാണ്. BJP കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയാണെങ്കിലും കേരളത്തിൽ നിർണായകമായ ഒരു കക്ഷിയോ ശക്തിയോ ആകാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് 57-ൽ തുടങ്ങി കേരളത്തിൽ ഭരണം നടത്തുന്ന CPM ഒന്നിട്ട് വിട്ട ഇടങ്ങളിൽ, അതേസമയം കഴിഞ്ഞ 10 വർഷം തുടർച്ചയായിട്ടും കേരളം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് CPM-ന് ഒരു വലിയ പ്രാധാന്യമുണ്ട്, രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അപ്പോഴേ ഇപ്പോഴത്തെ ചർച്ച 10 വർഷം തുടർച്ചയായിട്ട് കേരളം ഭരിച്ച CPM, അതും ഏറ്റവും രണ്ടാം പിണറായി സർക്കാർ 99 സീറ്റിനാണ് ജയിച്ചതെന്ന് ഓർക്കണം. കേരളത്തിൽ 99 സീറ്റ് ചില്ലറ കാര്യമൊന്നുമല്ല. എന്നിട്ട് ആ മുന്നണി, CPM നേതൃത്വം കൊടുത്ത മുന്നണി, ആ മുന്നണിയാണ് ഇപ്പോൾ വെറും 34 സീറ്റിൽ ഒതുങ്ങി നിൽക്കുന്നത്. അത് ചില്ലറ കാര്യമല്ല, പരാജയം കടുത്ത പരാജയമാണ്. എന്നിട്ടും ഇത് നേതൃത്വത്തിൻ്റെ കുഴപ്പമല്ല, ഞങ്ങളുടെ കുഴപ്പമല്ല, പിന്നെ ആരുടെ കുഴപ്പമാണ്? വോട്ട് ചെയ്തവരുടെ കുഴപ്പം. ആൾക്കാർ വോട്ട് ചെയ്യാഞ്ഞിട്ടാണ് ഒരു പാർട്ടി തൂക്കുന്നത്. വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഒരു പാർട്ടി തൂക്കുന്നത്. ജനങ്ങൾ പിന്തിരിഞ്ഞ് നിൽക്കുന്നു, ഭരണത്തിനെതിരെ പിന്തിരിഞ്ഞ് നിൽക്കുന്നു. ഞങ്ങൾ കുറ്റക്കാരല്ല എന്ന്, ഞങ്ങൾ തെറ്റുകാരല്ല, ഞങ്ങളല്ല ഉത്തരവാദികൾ എന്ന് ആദ്യമേ പറഞ്ഞൊഴിയുന്ന നേതൃത്വത്തിൻ്റെ നിലപാടിൽ തന്നെ ഒരു സംശയം ആദ്യമേ തന്നെ പോളിറ്റ് ബ്യൂറോ രേഖപ്പെടുത്തിയതാണ്. ഇപ്പോൾ അത് കുറച്ചും കൂടെ വ്യക്തമായി, ശക്തമായി സെൻട്രൽ കമ്മിറ്റി തന്നെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അത് കാര്യകാരണസഹിതം എന്താണ് അതിൻ്റെ രാഷ്ട്രീയം, എന്തുകൊണ്ട് ചില വ്യക്തികൾ ഈ തിരഞ്ഞെടുപ്പിന് ഉത്തരവാദിത്വം പറയണം എന്ന രീതിയിലേക്ക് വരെ കേന്ദ്ര കമ്മിറ്റി കടന്നു ചെന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം തന്നെയാണത്. അത് തീർച്ചയായിട്ടും കേരളത്തിൽ ചർച്ചയാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചർച്ചയും എന്ന് എനിക്കിപ്പോൾ പറയാനുള്ളൂ.